ഒഡീഷയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചതിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. ഹിന്ദുത്വയുടെ കങ്ങാരു കോടതികൾ പൂട്ടണമെന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. അതിർത്തിക്കപ്പുറത്തെ മതകുറ്റവാളികളെ ശിക്ഷിച്ച രാജ്യാതിർത്തിക്കുള്ളിലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നില്ല. വൈദിക വേഷം ധരിച്ച് ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. BJP അധികാരത്തിലുള്ള 10 വർഷത്തിനിടെ ക്രൈസ്തവർക്കെതിരെ 4316 ആക്രമണങ്ങൾ നടന്നു. പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ക്രൈസ്തവ നേതാക്കൾ കണ്ടിട്ട് ഫലമുണ്ടായില്ല. ഭൂരിപക്ഷ വർഗീയത കേന്ദ്ര സർക്കാർ നയമല്ലെങ്കിൽ നിശബ്ദത വെടിയണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. MK ഷുക്കൂർ ചേരുന്നു. ഷുക്കൂർ, സംഘപരിവാറിനെതിരെയാണ് ദീപിക പറയുന്നത്, എന്തൊക്കെയാണ്? ധന്യ, ഒഡീഷയിൽ അടുത്തിടെ 2 സംഭവങ്ങളാണ് ഹിന്ദുത്വവാദികളുടെ അക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട ഈ സംഭവത്തിൽ ശക്തമായ വിമർശനമാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രം കൂടിയായ ദീപിക അതിന്റെ മുഖപ്രസംഗത്തിൽ എഴുതുന്നത്. ഹിന്ദുത്വയുടെ കങ്കാരു കോടതികൾ പൂട്ടണമെന്ന തലക്കെട്ടിലാണ് ഈ മുഖപ്രസംഗം. മതം ചോദിച്ച് നിരപരാധികളെ കൊല്ലുന്നവർ പഹൽഗാമിലായാലും ഒഡീഷയിലായാലും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിർത്തിക്കപ്പുറത്തെ മതകുറ്റവാളികളെ പിന്തുടർന്ന് ശിക്ഷിച്ച രാജ്യം അതിർത്തിക്കുള്ളിലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നില്ല എന്നൊരു വിമർശനം ഈ മുഖപ്രസംഗം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഓസ്ട്രേലിയയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ മോദി അവിടെ പോയി അവിടുത്തെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചാമ്പലാകുന്ന സമയത്തായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത്. യൂറോപ്പിലും ഗൾഫിലും ഹൈന്ദവ വിശ്വാസം സംരക്ഷിക്കപ്പെടുമ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷ സംരക്ഷണം നടക്കുന്നില്ല എന്ന് ഈ മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. വൈദിക വേഷം ധരിച്ച് ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. ഈസ്റ്ററും ഞായറാഴ്ച ആചരണവും ഭീതിയുടെ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത് തുടങ്ങി നിരവധി വിമർശനങ്ങൾ ഈ മുഖപ്രസംഗത്തിലുണ്ട്. ഒപ്പം തന്നെ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ കണക്കുകൾ കൂടി നിരത്തിയാണ് ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ശരി, ഷുക്കൂർ.